മഹാകവി കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ചിട്ട് ഇന്നേക്ക് 100 വർഷം. കേരളത്തിൽ വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച മഹാകവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മലയാള കവിതയിൽ നവീനമായൊരു കാവ്യാനുഭവത്തിന് വഴിയൊരുക്കിയ അദ്ദേഹം മലയാളത്തിന്റെ നവോത്ഥാന കവി കൂടിയാണ്. ആശയഗംഭീരൻ, സ്നേഹഗായകൻ തുടങ്ങിയ വിശേഷണങ്ങളാൽ മലയാളം വാഴ്ത്തിയ കുമാരനാശാന്റെ ഓർമ്മകളിലാണ് കേരളം. മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. എന്നാൽ കുമാരനാശാൻ കേരളത്തിലുണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനം ഇന്നും ചരിത്രത്താളുകളിൽ സുവർണ ലിപികളിൽ തിളങ്ങി നിൽക്കുകയാണ്. കൊൽക്കത്തയിലെ പഠനകാലമാണ് കുമാരനാശാന്റെ കാവ്യഭാവനകളെ സ്വാധീനിച്ചത്. അക്കാലത്ത് ഭൂരിഭാഗവും പഠനത്തിനും ഗ്രന്ഥപാരായണത്തിനുമായിരുന്നു ആശാൻ ചെലവഴിച്ചത്. പിന്നീട് സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം തൂലിക കൊണ്ട് പ്രതികരിച്ചു തുടങ്ങി. നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും കുമാരനാശാൻ കേരളീയരോട് പറയാനുള്ളത് പറഞ്ഞു. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ഒരേ സമയം തന്നെ തൂലിക പടവാളാക്കി സമൂഹത്തിലെ അനാചാരങ്ങളോട് പൊരുതി. വീണപൂവ്, നളിനി, ലീല, ചണ്ടാലഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങി ഒട്ടേറെ മഹത്തായ കൃതികളിലൂടെ സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥ കുമാരനാശാൻ വിവരിച്ചു. SNDP യോഗം രൂപീകരിച്ച ആദ്യ യോഗം സെക്രട്ടറിയായി ശ്രീനാരായണ ഗുരു തെരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനെയായിരുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ പദവി അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. പിന്നീട് 1909 കുമാരനാശാന്റെ ശ്രമഫലമായി ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചു. ഇതുവഴി നിയമസഭാംഗം എന്ന നിയോഗം കൂടി അദ്ദേഹത്തെ തേടിയെത്തി. നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1924 ജനുവരി 16 പുലർച്ചെ പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടമാണ് കുമാരനാശാൻ എന്ന പ്രതിഭയെ കവർന്നെടുത്തത്. പക്ഷേ ഒരിക്കലും മരിക്കാത്ത അദ്ദേഹത്തിന്റെ ആശയങ്ങളും ചിന്തകളും ആകാശത്തോളം ഇന്നും ഉയർന്നു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.